can say if your love grows as your heart shows only time. We are there, we are പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം സക്കറിയ പ്രവാചകൻ അനുഗ്രഹിക്കപ്പെടുന്നതിനെ കുറിച്ചാണ്. പ്രവാചകനെക്കുറിച്ചും പ്രവാചകന്റെ ഭാര്യയെക്കുറിച്ചുമൊക്കെ വചനം പറയുന്നത് അവർ നീതിമാന്മാരായിരുന്നു, നീതിയുള്ളവരായിരുന്നു, ദൈവത്തിന് യോജിക്കാത്ത ഒന്നും ചെയ്യാത്ത, പ്രമാണങ്ങളൊക്കെ അനുസരിക്കുന്ന സത്യസന്ധതയുള്ള വ്യക്തികളായിരുന്നു അവർ. എന്നാൽ അവർക്കൊരു കുഴപ്പമുണ്ടായിരുന്നു. അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു, പ്രായം തികഞ്ഞവരായിരുന്നു, അധികമായിരുന്നു പ്രായം. അതുകൊണ്ട് ഇനി കുഞ്ഞുങ്ങളെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയിലായിരുന്നു. എന്നാൽ അവർ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അവർ മറ്റൊരു കാര്യം ചെയ്യുന്നത് ഞാൻ ഇന്നത്തെ വചനത്തിലാണ് വായിച്ചത്. സക്കറിയ പ്രവാചകൻ ധൂപം അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിന്ന് ജനങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മൾ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ ദൈവസ്വരം കേൾക്കുവാനും ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും എളുപ്പമാകും. അതുപോലുള്ള ഒരു ജീവിതം ക്രമീകരിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.